സുഹൃത്തുക്കളെ, സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസസിൽ അവസാനിക്കാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഘർഷത്തിൻ്റെ അവസ്ഥ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സഭാപരമായ പ്രതിഭാസത്തെ നമ്മൾ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അത് വ്യക്തമായി ചിന്തിക്കുന്നത് ഏവർക്കും പ്രയോജനപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പല സമയത്തും സഭയെപ്പറ്റിയും വിശ്വാസികളുടെ അവസ്ഥയെപ്പറ്റിയുമൊക്കെയുള്ള പരാമർശങ്ങൾ വെറും വാക്കുകളായി മാത്രം നമ്മുടെ വായിലും ഓർമ്മയിലും സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ അനുഭവപരമായ യാഥാർത്ഥ്യം എന്താണ്, എക്സ്പീരിയൻഷ്യൽ ട്രൂത്ത്സ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ആവശ്യമുണ്ടായാൽ തന്നെ ചിന്തിക്കുവാൻ നാം കൂട്ടാക്കുന്നില്ല. എന്നാൽ ഇപ്രകാരമുള്ള സംഘർഷം നിലനിൽക്കുമ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് ഇത് അവസാനിക്കാത്തത്? ഈ ഒരു സാഹചര്യം നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഒരു കടമയുണ്ട്. ഞാൻ ഈ സഭയുടെ അംഗമല്ല എങ്കിലും ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തോട് ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിനെപ്പറ്റി എൻ്റെ ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ എനിക്ക് അവകാശമുണ്ട്. അല്ല എന്ന് ശഠിക്കുന്നവരാണ് കത്തോലിക്ക സഭ എരിവുകാർ. എൻ്റെ സഭയുടെ കാര്യത്തിൽ താൻ എന്തിനാണോ കൈയിടുന്നതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കുകയും ചെയ്യും. പക്ഷേ അതൊക്കെ അവരുടെ ധർമ്മം, അവരവരുടെ ധർമ്മം ചെയ്യുന്നു, ഞാൻ എൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കും, അത്രമാത്രം. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക സഭയുടെ ഈ അവസ്ഥയിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വിരോധാഭാസം പൊതുരംഗത്ത് നിരന്തരമായി പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പരാമർശം ചെയ്യുവാനും ചിന്തിക്കുവാനും നമുക്ക് അർഹത ലഭിക്കുന്നത്. ഇപ്പോൾ കത്തോലിക്ക സഭ അതിൻ്റെ പ്രശ്നങ്ങൾ അവരുടെ മറയ്ക്ക് പിറകിൽ ഒതുക്കിയിരുന്നെങ്കിൽ നമുക്ക് അതിൽ കൈകടത്തുവാൻ, അത് കത്തോലിക്കരല്ലാത്ത മറ്റാർക്കും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുവാൻ അവകാശമില്ല. എന്നാൽ ഇത് പൊതുരംഗത്ത് കൊണ്ടുവന്ന് വിഴുപ്പ് അലക്കുമ്പോൾ, പൊതുശ്രദ്ധയിൽ അവർ തന്നെ അത് പെടുത്തുമ്പോൾ, അതിനെപ്പറ്റി പൊതുവായുള്ള ചിന്തകൾ നിർവഹിപ്പാനും പങ്കിടുവാനും ഏവർക്കും അധികാരം അവർ തന്നെ നൽകുന്നതാണ്. അവർക്കതിനെപ്പറ്റി ബോധമുണ്ടോ ഇല്ലയോ എന്നത് അവരുടെ പ്രശ്നം. അതുകൊണ്ട് പൊതുവായി പ്രദർശിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ഒരാൾ നഗ്നനായിട്ട് റോഡിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക, താനെന്താ അവിടെ ഇങ്ങനെ നടക്കുന്നത് ചോദിച്ചാൽ, ഇതെൻ്റെ സ്വകാര്യ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആ ആർഗ്യുമെൻ്റ് നടക്കത്തില്ല. അത് ബുദ്ധിയുള്ള കാര്യമല്ല. അങ്ങനെ സ്വകാര്യത വീട്ടിൽ കൊണ്ടുവെക്കണം, നിരത്തിലല്ല കൊണ്ടുവെക്കണം. അതുകൊണ്ട് പൊതുരംഗത്ത് അവതരിപ്പിക്കുന്ന ഇതിനെപ്പറ്റിയും പൊതുജനത്തിന് അവരുടേതായ അഭിപ്രായം പറയുവാനും നിലപാട് വെളിപ്പെടുത്തുവാനും അർഹതയുണ്ട്, അവകാശമുണ്ട്, അല്ല കടമയുണ്ട്. ഇത് എല്ലാവരും, കത്തോലിക്കർ മാത്രമല്ല, ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ സഭാ അംഗങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു സഭയുടെ ഉള്ളിൽ നടക്കുന്ന അനാശാസ്യമായ അവസ്ഥയെപ്പറ്റി ആരെങ്കിലും പരാമർശിച്ചാൽ എല്ലാവരും ഉടനെ പറയുന്നതാണ്, എൻ്റെ സഭയുടെ കാര്യത്തിൽ താൻ എന്തിനാണോ കൈയിടുന്നത്? ഹലോ, നിൻ്റെ സഭയുടെ കാര്യമാണെങ്കിൽ അത് സഭയുടെ ഉള്ളിൽ പറഞ്ഞാൽ പോരായോ? അത് വെളിയിൽ കൊണ്ടുവന്ന് നാട്ടിൽ മുഴുവനും ഇത് നാറ്റിക്കുകയും നാട്ടുകാരതിനെപ്പറ്റി ഒന്നും പറയുകയും ചെയ്യരുത് എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് പോലും യോജിക്കാത്ത യുക്തിയാണ് എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് സീറോ മലബാർ സഭയുടെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസസിൻ്റെ ഈ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഘർഷം ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നം, സഭ എന്നാൽ എന്ത്, സഭ എന്നാൽ എന്ത്? ഇതിന് ഉത്തരമുണ്ട്. നമുക്ക് നൂറ്റാണ്ടുകളായി നമ്മളിട്ട് ഉരുട്ടിയ ഒരു ഉത്തരവുണ്ട്. അതാണ്, സഭ യേശുവിൻ്റെ ശരീരമാകുന്നു.
അല്ല എന്ന് പറയുന്ന ഒരൊറ്റ ക്രിസ്ത്യാനിയും ഈ ഭൂമിയുടെ പരപ്പിലില്ല. ഇത് തിയറിയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? സഭ യേശുവിൻ്റെ ശരീരമല്ല. സഭ നിയമം കൊണ്ട് പ്രവർത്തിക്കുന്ന ലൗകികമായ ഒരു ഓർഗനൈസേഷനാണ്. ഇത് നടത്തുന്നത്, ഈ വണ്ടി ഓടുന്നത് പണം എന്ന് പറയുന്ന പെട്രോൾ കൊണ്ടാണ്. ഇതിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ലൗകികമായ അധികാരത്തിൻ്റെ മർമ്മം മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. വേദപുസ്തകമായിട്ടോ യേശുവിൻ്റെ ആദർശങ്ങളായിട്ടോ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളുമായിട്ടോ ഇതിനൊരു ബന്ധവുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം, അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ തുറിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ സംശയിക്കാനോ ഒരു നിമിഷം അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു നിൽക്കാനോ നമുക്ക് സാധ്യമല്ല. വളരെ വ്യക്തമായി ശക്തമായി നമ്മുടെ മുഖത്തടിക്കുന്നത് പോലെ ഈ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സഭ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം അല്ലെങ്കിൽ തെളിവ്, അങ്ങനെയുള്ളൊരു സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, ആ ഒരു അവസ്ഥയിൽ, അതായത് സഭ യേശുവിൻ്റെ ശരീരമാകുന്നു എന്ന അവസ്ഥയിൽ ഈ സഭയുടെ അല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഓരോ അംശത്തിനും ഓരോ കോശത്തിനും പറ്റുന്നത് ആ ശരീരമാകമാനം അനുഭവിക്കണം. അല്ലാതെ കൈക്ക് പറ്റിയത് എൻ്റെ പ്രശ്നമല്ല എന്ന് കാല് പറയാനോ, കാലിന് പറ്റിയത് എൻ്റെ പ്രശ്നമല്ലെന്ന് മൂക്കിന് പറയാനോ, കാതാരാണ്ട് പറിച്ചുകൊണ്ട് പോയി അതെൻ്റെ പ്രശ്നമല്ലെന്ന് കണ്ണ് പറയാനോ അത് സാധ്യമല്ല. മാത്രവുമല്ല, ഒരു ഭാഗത്തിന് മറ്റൊരു ഭാഗത്തെ അടക്കി ഭരിക്കുവാൻ സാധ്യമല്ല. ശരീരം എന്ന പ്രക്രിയയിൽ നിയമത്തെ ആസ്പദമാക്കിയുള്ള മേധാവിത്വം, ഹൈറാർക്കി തികച്ചും അസ്വീകാര്യമാണ്. സഭ യേശുവിൻ്റെ ശരീരമാകുന്നു എന്ന തത്വത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന ക്രിസ്തീയ സഭ മേധാവിത്വം, അപ്രമാദിത്വം, അത് ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ സംഭവം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ, എറണാകുളം അങ്കമാലി ഡയസിസിലെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, സിറോ മലബാർ സഭയുടെ സിനഡ് ഒരു തീരുമാനമെടുക്കുന്നു. അത് ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു. എന്തിനെപ്പറ്റി എടുക്കുന്നു? എല്ലാ വിശ്വാസികളുടെയും വിശ്വാസ ജീവിതത്തെ കാതലായി ബാധിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ വിശ്വാസികളുടെ പ്രതിനിധികൾ പങ്കെടുത്തില്ല എന്നത് പോകട്ടെ, വിശ്വാസികളുടെ അഭിപ്രായം എന്താണ്, അവരുടെ ആത്മീയമായ ആവശ്യം എന്താണ്, അവരിതിനെ എപ്രകാരം കാണുന്നു എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ചില അധികാരികൾ ഒരു സിനഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അധികാര പ്രതിഭാസത്തിൽ ഇരുന്നു കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. തീരുമാനമെടുത്ത് സഭയിൽ മുഴുവൻ അടിച്ചേൽപ്പിക്കുകയാണ്. അത് ജൈവികമായ ഒരു സമീപനമല്ല, ജൈവികമായ ഒരു പ്രവർത്തന രീതിയോ പ്രതിഭാസമോ അല്ല. ഇത് വെറും രാഷ്ട്രീയവും കോളനിവൽക്കരിക്കപ്പെട്ട ഇംപീരിയലിസ്റ്റിക് എംപയർ ബിൽഡിംഗ് കൊളോണിയൽ തത്വങ്ങൾ മാത്രമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണിത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അവർ നിയമമുണ്ടാക്കുമ്പോൾ അവരുടെ പ്രജകളായ ഭാരതീയരുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടല്ല, ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സിൽ കൂടെ അല്ല ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കുന്നത്. ഒരു രാജാവ് ഭരിക്കുമ്പോൾ ആ രാജ്യത്ത് ഏത് നിയമം പ്രാബല്യത്തിൽ വരണമെന്ന് രാജാവ് തീരുമാനിക്കുന്നത് പ്രജകളുടെ സമ്മതം വാങ്ങിച്ചിട്ടല്ല, രാജാവ് ഏകപക്ഷീയമായി അന്ന് തീരുമാനിക്കുകയാണ്. ദ വിൽ ഓഫ് ദ കിങ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അതുപോലെ തന്നെയാണ് സിനഡ് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള
ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു സംവിധാനം എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരമാകുന്നത്. അപ്പോൾ പറയുന്ന തിയറിയും പ്രവർത്തിക്കുന്ന രീതിയും ഒരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യം പൂർവാധികമായ സ്പഷ്ടതയോടും ശക്തിയോടും ഇതാ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് സാധാരണ വിശ്വാസികളായ ഈ സഭയിലെ അംഗങ്ങളെ പൂർവാധികമായി ചൊടിപ്പിക്കുന്നുണ്ട്, പ്രകോപിപ്പിക്കുന്നുണ്ട്, അലട്ടുന്നുണ്ട്. ഇനിയും ഇതിനോട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അംശം സാമൂഹ്യ മാധ്യമങ്ങളുടെ ആവിർഭാവമാണ്, ദ എമർജൻസ് ഓഫ് ദ സോഷ്യൽ മീഡിയ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ സാധാരണ ആളുകൾ സശക്തീകരിക്കപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ എംപവേഴ്സ് ദ കോമൺ മാൻ. ഇതുവരെ അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ സിനഡ് മാത്രമായിരുന്നു അപ്രമാദിത്വമുള്ള ഒരു ബോഡി. എല്ലാ ശക്തിയും എല്ലാ അറിവും എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും സിനഡിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത കൊണ്ട് അതിന് ഗണ്യമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് അവകാശമുണ്ട് എന്നും അറിവുണ്ട് എന്നും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ അവർ ഇപ്പോൾ ധൈര്യം കാട്ടുന്നവരാണ് എന്നും പഴയതുപോലെ എല്ലാം ജനങ്ങളെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല എന്നുമുള്ള ഒരു ആരോഗ്യപരമായ ഒരു തിരിച്ചറിവാണ് നമുക്കിതിൽ നിന്നും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ സിനഡ് കുറച്ചുകൂടെ സൂക്ഷിച്ച് ഈ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ പ്രത്യേകതകൾ കൂടെ കണക്കിലെടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വിഷയം കൂടെ സൂചിപ്പിച്ച് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഈ സഭയുടെ സിനഡിൽ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന 99.999% വരുന്ന ആളുകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ലാത്തത്? ഇതൊരു ജനായത്ത യുഗമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിൽ 2023 ഒരു സിനഡിൽ, ഒരു സഭയുടെ സിനഡിൽ അതിലെ വിശ്വാസികൾക്ക് പ്രാതിനിധ്യമില്ല എന്ന് പറയുമ്പോൾ അത് നമ്മെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ചരിത്രപരമായ ഒരു വശം മാത്രം സൂചിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. റോമൻ കാത്തലിക് ചർച്ച് അത് സംഘടിക്കപ്പെട്ടിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഘടനയിലാണ്. നമുക്കറിയാം, റോമൻ സാമ്രാജ്യം അതിൻ്റെ പ്രാബല്യത്തിൻ്റെ ഘട്ടത്തിൽ 3 കോണ്ടിനെൻറ്റിൻ്റെ മലയാളം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അത് കവർ ചെയ്തിരുന്നു. പാലസ്തീൻ പോലും റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. നമുക്കറിയാം, അങ്ങനെയാണ് പോണ്ടിയസ് പൈലറ്റ് അവിടെ പ്രോക്യൂറേറ്ററായിട്ട് അതിൻ്റെ അധികാരം ചുമതല നിർവഹിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ റോമിൽ നിന്ന് വളരെ വളരെ ദൂരെയായി ഭൂമിയുടെ പരപ്പിൽ ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വികസിച്ച് കിടക്കുന്ന റോമൻ സാമ്രാജ്യത്തെ ഭരിക്കുവാനായി റോം അവലംബിച്ച സമീപനം, റോം കീഴടക്കുന്ന പ്രദേശങ്ങൾ ഡയറക്റ്റായിട്ട് അവർ ഭരിച്ചിരുന്നില്ല. ഇൻഡയറക്റ്റ് റൂൾ. അപ്പോൾ റോമിൽ സീസറുണ്ട്. ഓരോ പ്രദേശങ്ങളും സീസറുടെ പ്രതിനിധി എന്ന നിലയിൽ ഭരിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കും. അവരെ പ്രോക്യൂറേറ്റേഴ്സ് എന്ന് പറയും. അങ്ങനെ പോണ്ടിയസ് പൈലറ്റ് ഒരു പ്രോക്യൂറേറ്ററായിരുന്നു. ആ പ്രോക്യൂറേറ്റർ ഇപ്പോൾ പലസ്തീനിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രയേലിലായിരിക്കുമ്പോൾ ഭരിക്കുന്നത് അങ്ങ് ദൂരെ റോമിലിരിക്കുന്ന സീസർക്ക് വേണ്ടിയാണ്. The Roman procurator in Judea rules the region on behalf of Caesar sitting in Rome. അതേ ഘടനയാണ് റോമൻ കാത്തലിക് ചർച്ചിലുള്ളത്.
സീസറിന് പകരം പോപ്പുണ്ട്. പോപ്പിൻ്റെ പ്രതിനിധികളായി കർദിനാളന്മാരെയും മേജർ ആർച്ച് ബിഷപ്പന്മാരെയും ആർച്ച് ബിഷപ്പന്മാരെയും ബിഷപ്പന്മാരെയും പിന്നെ എല്ലായിടത്തും പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ വെക്കുന്നു. എല്ലാം റോം കേന്ദ്രീകരിച്ചിട്ടാണ്. ഇപ്പോൾ ഭാരതത്തിലുള്ള സഭ അതിൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ പോലും അവകാശം മാർപ്പാപ്പായ്ക്കാണ്. താത്വികമായി, ഇൻ പ്രിൻസിപ്പിൾ, ദ പോപ്പ് ഈസ് ദി ഓണർ ഓഫ് ദ ലാൻഡഡ് ആസറ്റ്സ് ഓഫ് ദ കാത്തലിക് ചർച്ച്. വാസ്തവത്തിൽ ഇത് ഒരു ജനായത്ത ഭാരതത്തിൽ അനുവദിക്കാവുന്നതല്ല. ഇറ്റ് റൺസ് അഗൈൻസ്റ്റ് ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് നേഷൻഹുഡ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഭൂമി അവകാശപ്പെടുവാൻ, അല്ലെങ്കിൽ ഓണർഷിപ്പ്, ലാൻഡ് ഓണർഷിപ്പ്, ഭൂമിയുടെ ഉടമസ്ഥതാവകാശം ആർക്കെങ്കിലും വേണമെങ്കിൽ അവൻ ഇന്ത്യയുടെ പൗരനാകണം. പൗരനല്ലാത്തൊരു വ്യക്തിക്ക് ഇന്ത്യയിൽ വസ്തു സ്വന്തമാക്കുവാൻ സാധ്യമല്ല. വൺ ഹൂ ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ കനോട്ട് ഓൺ ഈവൻ എ സെൻറ്റ് ഓഫ് ലാൻഡ് ഇൻ ഇന്ത്യ. അത് നമ്മുടെ നിയമമാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രമാത്രം സ്വത്തുക്കളുള്ള റോമൻ കത്തോലിക്ക സഭ? അതിൻ്റെ സ്വത്ത് മുഴുവനും മാർപ്പാപ്പായുടെ അധികാരത്തിൻ്റെ കീഴിലാണ്. ആ അധികാരം ഇവിടുത്തെ ബിഷപ്പന്മാരിൽ കൂടെ നിർവഹിക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു വിധത്തിലും നിയമപരമായി ന്യായീകരിക്കാവുന്നതല്ല. അപ്പോൾ കത്തോലിക്ക സഭ ഇങ്ങനെ തെരുവിൽ വന്ന് യുദ്ധം നടത്തുകയും കോലാഹലം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ഈ കുബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഭ്രാന്ത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുശ്രദ്ധയിൽപ്പെടുകയും അതുകൊണ്ട് ഇപ്പോൾ വിഭാവന ചെയ്യുന്നതിനപ്പുറമുള്ള വലിയ പ്രശ്നങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുകയും ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലെ കത്തോലിക്ക സഭ ഇന്ത്യനൈസ് ചെയ്യപ്പെടേണ്ടി വരും. ഇവിടുത്തെ സ്വത്തുക്കളുടെ അവകാശത്തെപ്പറ്റി ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകേണ്ടി വരും. അങ്ങനെ വളരെ വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള മാറ്റങ്ങളിലേക്കുള്ള ആദ്യത്തെ ചൂടായിട്ടാണ് ഞാൻ ഈ സംഭവ വികാസങ്ങളെ കാണുന്നത്. ഇതുകൊണ്ട് നല്ല ഫലമുണ്ടാകാം, തീയ ഫലമുണ്ടാകാം. അത് നാം കാത്തിരുന്നത് കാണേണ്ടത് തന്നെയാണ്. ഏതായാലും ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. റോമൻ കത്തോലിക്ക സഭയുടെയും മറ്റനേക സഭകളുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. യേശുവിൻ്റെ ദർശനത്തിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല. ഓരോ രാജ്യങ്ങളിലും ഇപ്പോൾ നിൽക്കുന്ന നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ സാധൂകരിക്കാൻ സാധ്യമല്ല. എല്ലാറ്റിനും ഉപരിയായി വിശ്വാസികളുടെ ആത്മീയമായ സന്ധിപ്പിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇതൊരു വിധത്തിലും സ്വീകാര്യമാകരുതാത്തതാണ്. എന്നാലും ഈ പഴഞ്ചൻ സാധനത്തെ എടുത്തു മാറ്റിക്കളയാനുള്ള നമ്മുടെ മടി കൊണ്ട്, പഴഞ്ചൻ കാര്യങ്ങൾക്ക് ഏതോ ദൈവികമായ മർമ്മമുണ്ട്, അല്ലെങ്കിൽ മാസ്മരികമായ ശക്തിയുണ്ട് എന്നുള്ള ഈ ഒരു അന്ധവിശ്വാസം കൊണ്ട് അപ്പടി തന്നെ തുടരുകയാണ്. അതിനെതിരെ ശബ്ദങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആരോഗ്യപരമായ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം, അതായത് എറണാകുളം അങ്കമാലി ഡയസിസിലെ സംഘർഷം ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ അവസാനിക്കുകയില്ല എന്നാണ് എൻ്റെ നിഗമനം. ഒരു പീപ്പിൾ ഡെലിഗേറ്റ് വന്ന് ജനങ്ങളെ ശ്രദ്ധിച്ച് അവർക്ക് പറയാനുള്ളത്, ജനങ്ങളെന്ന് പറഞ്ഞാൽ തലയെടുപ്പുള്ള ചിലരെ കേട്ട് മടങ്ങിപ്പോയി അവരെന്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, ആ റിപ്പോർട്ടിനെ ആസ്പദമാക്കി എപ്രകാരം ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനായിട്ട് റോം തീരുമാനിക്കുന്നു എന്നൊക്കെ ഇനിയുള്ള നാളുകളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഈ സംഭവങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധേയമാണ്. അതിന് ഒരു പരിഹാരം എപ്രകാരം കണ്ടുപിടിക്കും എന്നത് വളരെ കൗതുകത്തോടു കൂടെയാണ് ഞാൻ നോക്കി പാർക്കുന്നത്. അതിൻ്റെ ഉത്തരം അധികം നാൾ കഴിയാതെ കിട്ടും എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്.